ഇവിടെ അജിംസെ എല്ലാ കാലത്തും എല്ലാ സമയത്തും ഏതൊരു സാഹചര്യത്തിലും വയലൻസിനെതിരായി വളരെ കൃത്യമായ നിലപാട് കൈക്കൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു നേതാവാണ് രാഹുൽ ഗാന്ധി. കോൺഗ്രസ് ഒരു പാർട്ടിയാണ് എന്നതിലുപരിയായിട്ട് രാഹുൽ ഗാന്ധി എന്ന വ്യക്തി നോൺ വയലൻസിന് വേണ്ടി എല്ലാ കാലത്തും നിലകൊള്ളുന്ന ഒരാളാണ്. കാരണം ഒരുപക്ഷെ അദ്ദേഹത്തിന്റെ വ്യക്തിപരമായ അനുഭവങ്ങൾ ആയിരിക്കണം അദ്ദേഹത്തെ അങ്ങനെ ചിന്തിക്കാൻ പ്രേരിപ്പിച്ചിട്ടുണ്ടാവുക എന്ന് ഞാൻ കരുതുകയാണ്. ഇവിടെ ഈ വയലൻസിന്റെ കാര്യം പറയുമ്പോൾ ഇവിടെ സംശയാസ്പദമായ ചിലതുണ്ട് അജിംസ്. കാരണം നമ്മൾ ഏതാനും വർഷങ്ങൾക്ക് അല്ലെങ്കിൽ മാസങ്ങൾക്ക് എന്ന് വേണമെങ്കിൽ പറയാം ഡൽഹിയിൽ കർഷക സമരം കണ്ടു. ആ കർഷക സമരം വലിയ തോതിലൊരു ഐക്യപ്പെട്ട് രൂക്ഷമായി വളരെ ലക്ഷ്യവേദിയായിട്ട് മുന്നേറുന്ന ഒരു സമയത്താണ് ഒരു പെട്ടെന്നൊരു നിമിഷം ആ സമരം ഒരു ആക്രമണത്തിന് വഴിമാറുന്നത്. പാർലമെന്റിലേക്കൊക്കെ അല്ലെങ്കിൽ നിർണായക സർക്കാർ കെട്ടിടങ്ങളിലേക്കൊക്കെ ആക്രമണം നടത്തുന്ന തരത്തിലുള്ള ദൃശ്യങ്ങൾ നമ്മൾ കണ്ടു. അതിനെ തുടർന്നാണ് ആ സമരം മെല്ലെ മെല്ലെ നമ്മുടെ ശ്രദ്ധയിൽ നിന്ന് മെല്ലെ പിറകിലോട്ട് പോകാൻ തുടങ്ങിയത്. പക്ഷെ കർഷക സംഘടനകളും നേതാക്കളും ഒന്ന് ആണയിട്ട് പറഞ്ഞു, ഞങ്ങൾ ഞങ്ങളുടെ സമരത്തെ തകർക്കാൻ ഉതകുന്ന രീതിയിൽ ഇത്തരത്തിൽ പെരുമാറുകയില്ല എന്ന്. സമാനമാണ് ലഡാക്കിലെയും വിഷയം. അവിടെ ഒരു വളരെ ഒരു നിമിഷാർദ്ധം കൊണ്ടാണ് അവിടെയും അക്രമത്തിലേക്ക് ഈ സമരങ്ങൾ വഴിമാറിയിട്ടുള്ളത്. ആക്രമം പടർന്നു പിടിച്ച് എന്താണോ ഈ സമരം കൊണ്ട് സമരത്തെ നയിച്ചിരുന്നവർ ഉദ്ദേശിച്ചത് അതിന് വിപരീതമായ പ്രതിലോമകരമായ ഫലമുണ്ടാക്കുന്ന രൂപത്തിൽ ഇന്ന് സർക്കാർ കാര്യങ്ങളുടെ ദിശ മാറ്റിയിരിക്കുകയാണ്. അതാണ് നമ്മുടെ സമര നായകരെ അടക്കം ഈ പറഞ്ഞ NSA ഒക്കെ ചുമത്തി അറസ്റ്റ് ചെയ്യുന്നൊരു സാഹചര്യമൊക്കെ ഉണ്ടാവുന്നത്. അതുകൊണ്ട് ഇവിടെ ഏതെങ്കിലും തരത്തിലുള്ള വിധ്വംസക പ്രവൃത്തികളോ അക്രമ സമരങ്ങളോ ഒന്നും ഒരു കാരണവശാലും കോൺഗ്രസും ഒരു പ്രതിപക്ഷ പാർട്ടിയും പ്രോത്സാഹിപ്പിക്കുന്നില്ല. പക്ഷെ ജനാധിപത്യപരമായി തെരുവുകൾ കൈയടക്കുന്ന വലിയ രാഷ്ട്രീയ പോരാട്ടങ്ങൾ അത് ഈ രാജ്യത്ത് ആവശ്യമാണ്. അതിന് ഈ രാജ്യത്തെ യുവാക്കളും ഈ രാജ്യത്തെ ചിന്തിക്കുന്ന പൗരന്മാരും വോട്ടർമാരും രംഗത്ത് വരേണ്ടതുണ്ട്. രംഗത്ത് വരിക തന്നെ ചെയ്യും എന്നൊരു പ്രത്യാശയാണ് രാഹുൽ ഗാന്ധി നിങ്ങൾ ഉദ്ദേശിച്ച് പറഞ്ഞ ട്വീറ്റിലൂടെ അദ്ദേഹം നൽകിയിട്ടുള്ളത്. അതിന് വേറൊരു അർത്ഥതലങ്ങളില്ല എന്ന് അടിവരയിട്ട് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ശരി, ശ്രീ സമ്പത്ത്, ഈ ലഡാക്ക് സമരം ഇന്ത്യയിലെ ഫെഡറൽ വ്യവസ്ഥയെക്കുറിച്ചുള്ള ആശങ്കകൾക്ക് നൽകുന്ന പാഠം എന്താണ്?